हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 36-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. असंयदात्माना योगो दुष्प्राप इति मे मति वश्यात्मना तु यतता शक्यो वक्तुमुपायत. മലയാളം: മനസ്സടങ്ങിടാത്തോനിൽ അണയുന്നില്ല യോഗവും, വശപ്പെടുത്തിടുന്നോനിൽ അഭ്യാസം ശക്തിയേറ്റിടും. അസംയതാത്മന യോഗ, ആത്മസംയമനമില്ലാത്ത യോഗസിദ്ധി ദുഷ്പ്രാപഹ ഇതി, അങ്ങനെയുള്ളവർക്ക് ആത്മസംയമനം നേടാത്തവന് യോഗസിദ്ധി ഒരു പ്രയാസം തന്നെയാണ്. മേ മതിഹി, എൻ്റെ അഭിപ്രായം, തു എന്തെന്നാൽ, ഉപായതഃ യതഥാ വശ്യാത്മന അവാപ്തും ശക്യഃ, നേരത്തെ പറഞ്ഞ അഭ്യാസം, വൈരാഗ്യം എന്നിവ വഴി പ്രയത്നിച്ച് മനസ്സിനെ സ്വാധീനമാക്കിയ ഒരാൾക്ക് യോഗസിദ്ധി കൈവരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ശ്ലോകത്തിൽ യോഗസംയമനം, മനസ്സിനെ അടക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു കൊടുത്തു. വീണ്ടും ഭഗവാൻ തുടരാണ്. മഹാബാഹുവായ അർജുന, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരം തന്നെയാണ്. എന്നാൽ ഒരു പരിശീലനം കൊണ്ട് മനസ്സിനെ എല്ലാ കാര്യങ്ങളും നിസ്സംഗതയിലേക്ക് വിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതെന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ നിസ്സംഗമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇതെല്ലാം സാധിക്കാവുന്നതാണ്. ഭഗവാൻ തുടരാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് അർജുന. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശിഷ്യൻ എന്ത് പറയുന്നു അതാദ്യം തന്നെ അംഗീകരിച്ചു കൊടുക്കുക. അഭ്യാസവും വൈരാഗ്യമൊക്കെ വശത്താക്കിയ ആൾക്കാർക്ക് യോഗസിദ്ധി കൈവരിക്കാൻ സാധ്യമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും മനസ്സിനെ വശീകരിക്കാൻ, അല്ലെങ്കിൽ മനസ്സിനെ നമ്മളുടെ വശത്ത്, നമ്മളുടെ വരുതിക്ക് വരുത്താൻ ആവാത്ത ഒരാൾക്ക് ഒരിക്കലും യോഗസിദ്ധി കൈവരിക്കാൻ സാധിക്കില്ല. നീ പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഉത്സാഹത്തോടു കൂടി പ്രയത്നിക്കും. ലൗകികനായിട്ടുള്ള ആളാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൽ കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്നൊക്കെ വരും, ഏകാഗ്രത കിട്ടിയില്ല എന്ന് വരും. കാരണം വിഷയങ്ങൾ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ സംയമനം പാലിച്ച് മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക തന്നെ വേണം. മനസ്സംയമനം നേടാൻ പറ്റാത്ത ആൾക്ക് യോഗസിദ്ധി സാധിക്കില്ല. പിന്നെ വിഷയത്തിന് വിധേയമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാശം മാത്രമേ വരുന്നുള്ളൂ. ആ നാശങ്ങൾ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിഷയസേവയിൽ മുഴുകി കഴിയുന്നത്. അപ്പം നമുക്ക് സ്വസ്ഥതയൊട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് യോഗാസനത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ നമ്മൾക്ക് ഒരു ശ്രദ്ധ കിട്ടില്ല. കാരണം നമ്മൾ ഈ ലൗകികന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും ഫലം ഇച്ഛിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് മനസ്സിനെ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മൾ ലൗകികന്മാരാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും തന്നെ നമുക്ക് ആത്മസംയമനം വേണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ എടുക്കുമ്പോൾ അതിൽ വിജയം നേടണം, അതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ചുറ്റുഭാഗത്തും എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാതെ എത്രയോ മണിക്കൂറുകൾ ആ കുട്ടി അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. പ്രത്യേകിച്ച് IAS പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ നമ്മൾ 24 മണിക്കൂറിൽ 18 മണിക്കൂറും അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി മണിക്കൂറുകൾ മുഴുവനും തന്നെ അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി മാത്രം, വേറെ ഒന്നും ശ്രദ്ധയിലില്ല. അങ്ങനെ പരിശ്രമിച്ചാൽ വളരെ നല്ല മാർക്ക് മേടിച്ച് നല്ല ഉയർന്ന റാങ്ക് തന്നെ കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ്
പറയുന്നത്. അപ്പോൾ അവിടെ ലക്ഷ്യം എന്താണ്? ഞാനൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്, അതിലെനിക്ക് നേട്ടം കിട്ടണം. അപ്പോൾ അവിടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലാണ്. ഇനി വേറൊരു കുട്ടി ഒരു നൃത്തം അരങ്ങേറ്റം കുറിക്കുകയാണ് ഇന്ന ദിവസം അമ്പലത്തിൽ വെച്ച്. അപ്പോൾ ആ കുട്ടി ആ ഡാൻസ് ആദ്യം സ്റ്റെപ്സ് പഠിക്കുന്നു, പിന്നെ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ സമയം കിട്ടുമ്പോൾ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും ഡേറ്റ് അടുത്ത് വരികയാണ് എന്തിനാ? അരങ്ങേറ്റത്തിന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഏറെ സമയം, അതായത് ആദ്യം 1-2 മണിക്കൂർ 1-2 പ്രാവശ്യം ചെയ്തിരുന്ന കുട്ടി നാളെയാണ് അല്ലെങ്കിൽ മറ്റന്നാളാണ്, അടുത്ത ആഴ്ചയാണ് എൻ്റെ ഡാൻസ് എന്ന് അടുത്തടുത്ത് വരുമ്പോൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ. അത്രയും പ്രാവശ്യം കളിച്ചാലേ ഒരു സ്റ്റേജിൽ നമുക്ക് തെറ്റുകൂടാതെ കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അത് ഏത് കാര്യമായാലും നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആത്മസംയമനമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. എന്നാലേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ആ ആത്മസംയമനം നേടണമെങ്കിൽ നീ ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മെത്തേഡ്സാണ്, ഇതാണ് നിൻ്റെ മാർഗങ്ങൾ. അപ്പോൾ അതിലേക്ക് തിരിഞ്ഞേ പറ്റൂ. അങ്ങനെ സാന്നിധ്യം അല്ലെങ്കിൽ മനസ്സംയോഗം കൈവരിച്ചേ പറ്റൂ അർജുന എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്ന് വിചാരിച്ച് നമ്മൾക്ക് ഗൃഹസ്ഥാശ്രമം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വയസ്സായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ വാനപ്രസ്ഥത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വയസ്സായിരിക്കുന്ന സമയത്ത് കുറച്ച് നമ്മളുടെ ഒരു അഭിപ്രായ വ്യത്യാസമല്ലേ, മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, മക്കളുടെ മക്കളുമായിട്ട് അതിനേക്കാൾ അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് വരും. അതായത് ലോകത്തിന് നമ്മളെയൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരവസ്ഥ വരും. ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ജീവിച്ച ആളാണ്, വളരെ നല്ല നിലയിൽ നമ്മളെ തന്നെ പുകഴ്ത്തി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മക്കൾ പോലും അതിനൊന്നും വലിയൊരു ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഇപ്പോൾ ഈ ലോകത്തിന് നമ്മളെ വേണ്ട എന്നുള്ള ഒരവസ്ഥ വരും. അങ്ങനെ ലോകം നമ്മളെ ഉപേക്ഷിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിനെ ഉപേക്ഷിക്കുക. അതാണ് ഈ വാനപ്രസ്ഥത്തിലേക്ക് തിരിയാന്ന്. ഗൃഹസ്ഥാശ്രമം എന്തായാലും ചെയ്യണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ കളിക്കാൻ പോകരുതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു പരീക്ഷയിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒന്നുമല്ല. നമ്മൾ എന്താണോ ഒരു വിദ്യാർത്ഥിയായിട്ട് ജീവിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. കുറച്ചും കൂടെ വയസ്സായി കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിയുമ്പോൾ വേറെ ഉത്തരവാദിത്തങ്ങൾ വരുന്നു. വീണ്ടും നമ്മളുടെ വയസ്സ് ഏറി വരുന്നു, ആയുസ് കുറഞ്ഞും വരുന്നു. അപ്പം നമ്മൾക്ക് പല കാര്യങ്ങളിലും ഇങ്ങനെ ഏർപ്പെടേണ്ടി വരും. അപ്പോൾ ഒരു കുട്ടിക്ക് പരീക്ഷയിൽ പഠിക്കണം എന്നുണ്ട്, പക്ഷേ നാളെ എന്താ പരീക്ഷ? മാത്സാണ് പരീക്ഷ. ഇന്ന് കുട്ടി എന്താ പഠിക്കുന്നത്? ഹിന്ദിയാണ് ഇരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് മാത്സ് പരീക്ഷയിൽ ജയിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും ജയിക്കില്ല. അപ്പോൾ എന്താണ് നമ്മൾക്ക് ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏത് എക്സാമാണ് അല്ലെങ്കിൽ ഏത് പരീക്ഷയാണെന്ന് അറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഈ ലോകത്തിന് വേണ്ടാന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ ആ ലോകത്തെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ മനസ്സിൽ നിന്ന് മെല്ലെ വിട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ സാധാരണ നമ്മളുടെ മക്കളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വളർത്തി വലുതാക്കി അവർക്ക് മക്കളാവുമ്പോഴായിരിക്കും മിക്കവാറും നമ്മൾക്ക് അവരെ സഹായിക്കേണ്ടി വരിക. നമ്മളവരെ സഹായിക്കുന്നു. അങ്ങനെ പേരക്കുട്ടികളെ നമ്മൾ നോക്കിയൊക്കെ കൊടുക്കും, നല്ല ഭംഗിയിൽ നമ്മൾക്കാവുന്ന വിധത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ അച്ഛനമ്മമാരെങ്ങനെ വളർത്തിയോ അത്ര തന്നെ ശ്രദ്ധിച്ച് പേരക്കുട്ടികളെ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ഒരു ചെറിയൊരു അസ്വാതന്ത്ര്യം വരും. കാരണം അവരുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതെടുക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് നമ്മുടെ മക്കളായിരിക്കും. യാതൊരു സംശയവുമില്ല അതിൽ. അവർ വിട്ടുതരികയില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തോ എന്ന് പറയാൻ വിട്ടുതരാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ആ മക്കൾ ജീവിക്കുന്നത് നമ്മൾ ജീവിച്ച ഒരു ലോകത്തിലല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു അയ്യോ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ മെല്ലെ അതിൽ നിന്നല്ല, ആ വിഷയങ്ങളിൽ നിന്നല്ല, സാരമില്ല അവരങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ഭാവത്തിലേക്ക് എത്തണം.
അങ്ങനെ എത്തണമെങ്കിൽ നമ്മളുടെ മനസ്സിനെ, എപ്പോഴും ഞാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലും പറഞ്ഞു, ഒന്നിൽ നിന്ന് നമ്മൾ വിടുമ്പോൾ മറ്റൊന്നിൽ മുറുകെ പിടിക്കാനും കൂടെ സാധിക്കണം. അപ്പം മെല്ലെ നമ്മൾ ഈ ആത്മവിചാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിടുക. അങ്ങനെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആനന്ദം കൈവരും. അങ്ങനെ ആനന്ദം കൈവന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവർ, അതായത് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ബന്ധങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ബന്ധനങ്ങളും തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതിൽ നമ്മൾ ഏറെ ദുഃഖിക്കാനും പോകുന്നില്ല, ഏറെ സന്തോഷിക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരവസ്ഥ വരും. കാരണം അതല്ല ഇപ്പം എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. നമ്മൾ മക്കളെ വളർത്തുന്ന കാലത്ത് ചിലപ്പോൾ അതായിരിക്കാം. അത് തന്നെ നമ്മളുടെ മക്കളെ റിപ്പീറ്റ് ചെയ്യുന്നു. അവർക്ക് അവരുടെ മക്കളെ വളർത്തുന്നതാണ് ഇപ്പോൾ സന്തോഷകരമായ കാര്യം. അപ്പം നമ്മളപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയതുകൊണ്ട് മെല്ലെ മനസ്സിനെ അതിൽ നിന്ന് പിൻവലിച്ച് മറ്റൊരു കാര്യത്തിലേക്ക്, എന്തിലേക്കാണ്, ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുക. അതിന് എത്രയോ ഭയങ്ങളുണ്ടല്ലോ. നമ്മളുടെ മനസ്സിനെ നമുക്ക് കുറച്ചെങ്കിലും ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്ഷേത്ര ദർശനം, അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നേടുന്നതും, അതിനെ പറ്റിയിട്ട് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും, അതിനെപ്പറ്റി ധാരാളം വായിക്കുന്നതും, സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന് വളരെ ഒരു സന്തോഷം വരും. ആ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വിഷയങ്ങളിൽ നിന്നും മാറ്റാൻ സാധിക്കും. അങ്ങനെ മനസ്സംയമനം നേടാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അർജുനനൊരു സംശയം. അങ്ങനെ ശരീരത്തിലെ നമ്മുടെ ആത്മസംയമനമൊക്കെ നമ്മൾ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിനെ വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു അർജുനന്. എന്താണ് യോഗസിദ്ധി വേണം, അല്ലെങ്കിൽ മനസ്സംയമനം കൊണ്ട് മാത്രമേ ഇത് നേടാൻ കഴിയുള്ളൂ. മനസ്സംയമനമില്ലാത്ത ആൾക്കാർക്ക് ഈ യോഗസിദ്ധി നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ സംശയം തീർന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു സംശയം ഉടലെടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ശരി ആത്മവിചാരം അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് നീങ്ങി അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കുന്ന് വഴുതിപ്പോവാണ്. കയ്യിൽ നിന്ന് മീൻ വഴുതുന്ന പോലെ അറിയാണ്ട് അതിൽ നിന്ന് വഴുതിപ്പോയാൽ അവൻ്റെ ഗതി എന്തായിരിക്കും? അത് ഇല്ലത്തുനിന്നോട്ട് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതും ഇല്ല എന്ന് പറയണ പോലെ ആയിപ്പോവില്ലേ? കാരണം എന്താണ്, ഞാൻ ഈ ആത്മീയതയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് എൻ്റെ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചു. എൻ്റെ ലക്ഷ്യം ആത്മസംയമനം നേടുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ലക്ഷ്യം 100 മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവൻ പരിശ്രമിക്കുന്നുണ്ട്, അവൻ്റെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എത്തുന്നുമില്ല. അപ്പോൾ എന്തായി, കഷ്ടപ്പെടുകയും ചെയ്തു, കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കുകയും ചെയ്തു, എന്നിട്ടൊട്ട് കിട്ടിയതുമില്ല. ആർക്കും അവിടെ കുറ്റം? ഭഗവാന് കുറ്റം. ഞാൻ പോലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത്ര നമ്മൾ വിചാരിച്ചൊരു ഫലത്തിലേക്കൊന്നും എത്തുന്നില്ലെങ്കിൽ ഉടനെ ഭഗവാനോട് ദേഷ്യമായി. എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ ഭഗവാനെ, എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ആരോടാണ് ദേഷ്യം? ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഭഗവാൻ മാർക്ക് തന്നില്ല. ഭഗവാൻ ഇരിക്കട്ടെ കുറ്റം. ഭഗവാൻ മാർക്കൊന്നും തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫലം നല്ലതായില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വഴുതിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്നൊരു സംശയം. അതിനു വേണ്ടിയിട്ട് അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ അർജുനനാണ് ചോദിക്കുന്നത്. അത് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം. നമ്മളിപ്പം 36ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഓക്കെ.